ആമേൻ. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ക്ഷാമകാലത്തന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ദൃഷ്ടി എൻ്റെ മേൽവേ ശിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽവേ ശിഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന, കണ്ണുനീർ തൂകും എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. പെറ്റ തള്ളയെ കാളുച്ചു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയെ കാളുച്ചു സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. Bible is actually the story of communication between God and human beings. ദൈവജനവും അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം, ആശയവിനിമയം, ഇടപെടലുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. സോ ഗോഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പീപ്പിൾ ഇൻ എ ഡിഫറെൻറ്റ് മീൻസ്, ഇൻ എ ഡിഫറെൻറ്റ് വേ. ദൈവം മനുഷ്യനോട് പല രീതികളിലും ഇടപെടുന്ന ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ വ്യക്തികളോടും ദൈവം വ്യത്യസ്ത രീതികളിലാണ് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വ്യത്യസ്തങ്ങളായിരിക്കുന്ന മെത്തേഡുകളുണ്ട്. ഗോഡ് ഹാസ് ഡിഫറെൻറ്റ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻ, ഡിഫറെൻറ്റ് മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഇടപാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി മോശയോടുള്ള ബന്ധത്തിൽ. വെൻ ഗോഡ് അപ്പോയിൻറ്റഡ് മോസസ് ആൻഡ് ഗോഡ് അപ്പിയർഡ് ത്രൂ എ ഗ്രേറ്റ് വിഷൻ ഇൻ ദ ബേണിംഗ് ബുഷ്. മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുന്ന ചരിത്രമാണ് നമ്മൾ ആദ്യത്തെ സൺഡേയിൽ നമ്മൾ വായിച്ചത്. ദൈവം മോശയോട് പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷത എന്നാണ്. അതുകൊണ്ട് വിഷ്വലായിട്ടും ശബ്ദത്തിൽ കൂടെയും അതുപോലെ തന്നെ ഒരു ചിത്രത്തിൽ കൂടെയും ഒരു വിഷനിൽ കൂടെയും ദൈവം മോശയോട് ഇടപെടുന്ന ചരിത്രം പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ കൂടെ ദൈവം ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളിലും ഓരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വെൻ ഗോഡ് വാണ്ടഡ് ടു അവേക്കൻ ദ പീപ്പിൾ ഓഫ് ഗോഡ്, പീപ്പിൾ ഓഫ് ഇസ്രയേൽ, ദെൻ ഗോഡ് അപ്പിയർഡ് ഇൻ എ ത്രോൺ. ഒരു വലിയ സിംഹാസനത്തിൽ എഴുന്നള്ളി വരുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലും വെളിപ്പാടുമാണ് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെയും ദൈവം ഇടപെടുകയാണ്. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ഇടപെടുന്ന ചരിത്രമാണ് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് മൂന്നാമതായിട്ട് ഇപ്പം വിഷ്വലായിട്ടും വെർബലായിട്ടും ദൈവം പ്രത്യക്ഷപ്പെട്ട വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഒരിക്കൽ ഞാൻ വായിച്ച വേദഭാഗം തന്നെയാണ്, 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ്.
അവിടെ രേഖപ്പെടുത്തുന്നു. On the day of Pentecost they were gathered together in one place and God manifested through the fire and sound and speech. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവരിങ്ങനെ കൂടി വന്ന സന്ദർഭത്തിൽ അവരുടെ മേൽ ഒരു വലിയ മുഴക്കമുണ്ടായി, ഒരു വലിയ സൗണ്ട് ഉണ്ടാകുകയാണ്. അപ്പം വലിയൊരു സൗണ്ട് ഉണ്ടായി. അതുപോലെ തന്നെ ഇരുന്ന സ്ഥലം മുഴുവൻ ദൈവം നിറയ്ക്കുന്ന അനുഭവം മാത്രമല്ല, അഗ്നിജ്വാല പോലെ divided tongues as of a fire appeared to them. അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അഗ്നിജ്വാല അവിടേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും പതിയുകയാണ്. അപ്പം അവിടെയും അവരെ അതുവരെയും കണ്ടിട്ടില്ലാത്ത, അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവം സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവം പ്രത്യേക അനുഭവത്തിൽ കൂടെ നമ്മെ നടത്തുന്ന ദൈവമാണ്. ഇവിടെ 120 പ്രിയപ്പെട്ടവരിയ്ക്കുന്നവരുടെ മധ്യത്തിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷപ്പെടുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് തീയിൽ വന്ന് ഉത്തരമരുളുന്ന ദൈവത്തെ പറ്റി പലയിടങ്ങളിൽ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പർവ്വതങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ദൈവം തീയിലും ശബ്ദത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം പ്രത്യക്ഷനാകുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുവാനായിട്ട്, ഒരു എൻകൗണ്ടർ ഉണ്ടാകാനായിട്ട്, ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുവാനായിട്ട് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കും. ശ്രദ്ധിക്കുക, ഈ 3 വേദഭാഗങ്ങളിലും ഇവരുടെ ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിലാണ് 3 പേരോടും ദൈവം ഇടപെട്ടത്, ഇല്ലേ? 3 പ്രിയപ്പെട്ടവരോടും ദൈവം ഇടപെട്ടത് അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ്. മോശ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുപോയ ഒരു മനുഷ്യനായിരുന്നു. എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുപോയ വയോധികനായ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടുകൂടെ ആടുകളുമായിട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ മധ്യത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കപ്പെടുമ്പോൾ തേജോമയനായ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രദ്ധിക്കുക, എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അസ്തമിച്ച് മുന്നോട്ട് യാത്രയില്ല എന്ന് കരുതുന്ന സന്ദർഭത്തിലും ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ തേജസ്സും ഹൊരേബിൽ ഇറങ്ങിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകുന്ന ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ അനുഭവിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി നിന്റെ ആഗ്രഹത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചാട്ടെ. എൻ്റെ സ്വപ്നങ്ങളെ പൂവണിയിപ്പിക്കുവാൻ വീണ്ടും ഈ വാർദ്ധക്യത്തിൻ്റെ മണ്ഡലത്തിലും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ വലിപ്പം അത് ഹോരേബിലെ മുൾപ്പടർപ്പിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഈ 2026 ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ ഇറങ്ങി വരും. അവിടെ ഒരു വലിയ ലീഡർഷിപ്പിന് വേണ്ടിയും വലിയൊരു ലിബറേഷന് വേണ്ടിയുമാണ് ഈ മനുഷ്യനെ ദൈവം വീണ്ടും നിയോഗിക്കുന്നത്. അത് 10 30 പേരുടെ ഒരു നിയോഗങ്ങളല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ടവരുടെ ഡെലിവറൻസിന് വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കുകയാണ്. മറ്റേ മനുഷ്യൻ യെശയ്യാവെന്ന് പറയപ്പെടുന്ന മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നല്ല യൗവനമായിരുന്നു, മറ്റേ ആൾ വാർദ്ധക്യത്തിലുള്ള ആളായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഒരു യൗവനക്കാരനായിരിക്കുന്ന മനുഷ്യനായിരുന്നു. ജീവിതത്തിൻ്റെ നല്ല തുടക്കങ്ങൾ, ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളൂ. 5 അധ്യായം വരെ താനെ പ്രവചിച്ചും പ്രസംഗിച്ചും കൗൺസിൽ ചെയ്തുമൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് താൻ നിന്ന മണ്ഡലത്തിലെ സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും തൻ്റെ പൊസിഷനിലുണ്ടായിരുന്ന തൻ്റെ സിഇഒ നഷ്ടപ്പെട്ടു പോകുകയും അതുപോലെ തന്നെ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എന്തോ ഇടർച്ചയുണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭരണതലവൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, അന്നത്തെ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറിൻ്റെ മരണം മുഖാന്തരം മനസ്സിൽ ദുഃഖം പേരേണ്ടി വന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാം ഡിസപ്പോയിൻ്റായി എന്ന് കരുതിയ സന്ദർഭത്തിൽ താൻ മറ്റൊരു ദർശനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നയിക്കുകയാണ്. അതിനെക്കാട്ടിലും അപ്പുറമായിട്ട് നീ ഇന്ന് കണ്ട സൂപ്പർവൈസറെക്കാട്ടിലും സിഇഒയെക്കാട്ടിലും അഡ്മിനിസ്ട്രേറ്ററെക്കാട്ടിലും ഇന്നും ഉയർന്നിരിക്കുന്ന എൻത്രോണായിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ പരിശുദ്ധനായ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തത്തക്ക രീതിയിൽ യെശയ്യാവിൻ്റെ കണ്ണുകളെ തുറക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിനെ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. എല്ലാം അടഞ്ഞു, എല്ലാ ഉറവകളും എല്ലാ റിസോഴ്സസുകളും തകർന്നു എന്ന് കരുതുന്ന മേഖലകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ യെശയ്യാ പ്രവാചകനുണ്ടായിട്ട് വീണ്ടും ജനത്തെ ഉണർത്താൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ അവിടെ ഒരു നിയോഗമാണ്. ഇസ്രായേൽ ജനത്തെ ഉണർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ദൈവം ഒരുക്കിയ പാതകളാണ്. അപ്പം ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വേദനാജനകമായ സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ദൈവം നമ്മളെ ഒരുക്കി പാകപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 3-ാമത്തെ ഒരു 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 ഓഡിയോ വിഷ്വൽ ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷനാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ശിഷ്യന്മാരും 120 പ്രിയപ്പെട്ടവരും ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. അവർക്ക് ഇൻഫ്ലുവൻസുകളോ റെക്കമെൻഡേഷനുകളോ ഒന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പാണ്. യെരുശലേമിലെ യഹൂദന്മാരും റോമാക്കാരും അങ്ങനെയുള്ള ഭരണ നേതാക്കന്മാരും മത നേതാക്കന്മാരും ഉള്ള ഒരു സമൂഹത്തിൽ ചില 120 പ്രിയപ്പെട്ടവർ സാധാരണക്കാരും മുക്കുവന്മാരും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിനെയാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരും ആക്ച്വലി നിരാശരായിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അടുത്ത എന്താണ് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം. അവർ ഭയപ്പാടിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയെ പറ്റിയുള്ള ഭയം, അല്ലെങ്കിൽ അവരെ യഹൂദന്മാരും റോമാക്കാരും ഇനിയും കാണാൻ പോകുന്ന ഒരു വ്യത്യസ്ത രീതിയിലാണ്. കാരണം അവരുടെ ലീഡർ മരിച്ചിരിക്കുകയാണ്. അവരുടെ ഇടയിലുണ്ടായിരുന്ന ലീഡർ കഴിഞ്ഞ 3-3.5 വർഷക്കാലങ്ങളായിട്ട് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത മനുഷ്യനെ ആ കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിൽ ക്രിമിനലാക്കി മാറ്റി ശവമടക്കി അങ്ങനെ വിജയം വരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അണികളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിപ്പോൾ നിരാശപ്പെട്ട ഒരു വീടിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഭാവിയെപ്പറ്റി വലിയ ഭയമുണ്ട്, മരണത്തെപ്പറ്റി ഇവർക്ക് ഭയങ്കര ഭയമുണ്ട്. ഇനി ഇറങ്ങി ജോലി ചെയ്യാൻ കഴിയുമോ, നാണംകേടിൻ്റെ ഒരു വലിയ ഭയമുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന ഭയം അനുഭവിക്കപ്പെടുന്ന ഈ ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് പെന്തക്കോസ് നാളിൽ വലിയൊരു ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. ശ്രദ്ധിക്കുക, ഭാവി അടഞ്ഞു, ശുശ്രൂഷ അടഞ്ഞു, ജീവിതം അടഞ്ഞു, മരണഭയം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന മേഖലകളിലേക്കും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ചരിത്രമാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയുമുണ്ട്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യും. അപ്പോൾ ഈ 3 ഗ്രൂപ്പും ഈ 3 സമൂഹവും അല്ലെങ്കിൽ 2 പേര് വ്യക്തികളാണ്, മറ്റൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവരുടെ എല്ലാം പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ദൈവം ഇടപെട്ടത്. ദൈവം ഇടപെടുന്ന ചില പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബൈബിളിൽ കാണുന്ന ദൈവം ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഉത്തരമരുളുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ദൈവം പല സന്ദർഭങ്ങളിലും തീയിൽ പ്രത്യക്ഷപ്പെടുന്നു, ശബ്ദമുഖാന്തരം പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 3 ഭാഗത്തും അങ്ങനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുൾപ്പടർപ്പ് കത്തി നിൽക്കുന്ന ഒരു തീയുടെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ അധരത്തെ സ്പർശിക്കുന്ന ഒരു തീക്കനലിൻ്റെ ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പെന്തക്കോസ് നാളിൽ കൂടി വന്നിരിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളുടെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നി അല്ലെങ്കിൽ തീ, ഇതിന് പലവിധമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ പല പ്രിയപ്പെട്ടവരും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവത്തെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദൈവസ്നേഹത്തെ പറ്റി പറയുന്ന ഒരു പദമാണ് തീ അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്താനായിട്ട്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ തീ കാഞ്ഞിരിക്കുമായിരുന്നു, അല്ലേ? തീ കാഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടതിന് ശേഷം അത് കത്തിച്ച് രാവിലെ തണുപ്പുള്ളത് കൊണ്ട് അതിൻ്റെ ചുറ്റും ആളുകൾ ഇരിക്കും, അയൽവക്കക്കാരും ഒക്കെ വന്ന് ഇരിക്കും. അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് രാവിലെ അങ്ങനെ തീ കായുന്ന ഒരു അനുഭവം നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക്, പണ്ടുണ്ടായിരുന്ന ആളുകൾക്കത് അറിയാം.
ആ തീയുടെ മധ്യത്തിൽ അവർക്ക് ആ ചൂട് പിടിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്, അല്ലേ? സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഒരുമിച്ചിരുന്ന് പൊതുപ്പെല്ലാം വെച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് തീ കായുന്ന അനുഭവം ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ തീ ഇറങ്ങുമ്പോൾ ഉണ്ടാകേണ്ടത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ശ്രദ്ധിക്കുക, ദൈവസാന്നിധ്യത്തിൻ്റെ തീ ഇറങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ദൈവം ഇറങ്ങുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത്. ഇവിടെയും മോശയോട് പറയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ യെശയ്യാവിനോട് പറയുമ്പോഴും ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ഈ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ടവർ വ്യത്യസ്ത രീതികളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരാണ്. അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുന്ന സന്ദർഭത്തിൽ അവരിൽ ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മ ദൈവം ഇറങ്ങി വരുന്ന എല്ലാ ഇടങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ദൈവം ഇറങ്ങി വന്നപ്പോഴുണ്ടായതെന്താണ്? ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പം സ്നേഹമുള്ളിടത്തെ കൂട്ടായ്മ ഉണ്ടാകത്തുള്ളൂ. ഈ റിലിജിയനും സ്പിരിച്വാലിറ്റിയും രണ്ടും രണ്ടാണ്. റിലീജിയസ് ആണ് എന്ന് പറയപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം ഫോളോ ചെയ്യുന്നവരാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒരു ഡോക്ടറിനോ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. എന്നാൽ സ്പിരിച്വാലിറ്റി അത് കുറേ കൂടെ നമ്മെ തന്നെ കുറേ കൂടെ ആ വിഷയത്തിൽ അവയർനെസ് ആകുന്നതാണ്. നമുക്ക് കുറേ കൂടെ ഓരോ വിഷയത്തിലും ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ കുറേ കൂടെ സ്പിരിച്വലായിട്ട് നമ്മൾ മാറത്തുള്ളൂ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി എന്തും കാണിക്കും, പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആരോടാണ്? ഏറ്റവും കൂടുതൽ അടുത്തുള്ളവരോടാണ്, അല്ലേ? നാട്ടുകാരോട് പോയി നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ടോ? വഴക്കുണ്ടാക്കത്തില്ല, ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തുള്ളവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടുമാണ് നമ്മൾ. ഇപ്പം നിങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇപ്പം നമുക്കിപ്പം സഭയിൽ വന്നാലും ചിലപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നത്. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത് കണ്ടിട്ട് ശരിയായില്ല. കാരണം സ്നേഹമുള്ളത് കൊണ്ടും ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നതാണ് വെളിയിലോട്ടിറങ്ങി പറയുമോ നമ്മൾ? അപ്പം നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം, ധ്യാനത്തോടുകൂടെ ശ്രദ്ധിക്കണം. അത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴാണ്. ഓരോ ദിവസവും അടുത്ത് വരണം, ഇല്ലേ? ഇപ്പം 50 വർഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു, തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പല്ല് തേക്കുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കും? ഞാൻ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇന്ന് ഞാൻ ചെയ്യുന്നില്ല. തീരുമാനം നമുക്കെടുക്കാം, പക്ഷെ അത് ഇപ്പം നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. റിലിജിയൻ എന്ന് പറയപ്പെടുന്ന ഒരു വിഷയത്തെ, നമ്മളൊരു വിശ്വാസത്തെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയും നമ്മളെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനം. സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനം. മറ്റുള്ളവർ നമ്മളെ കൊള്ളാമെന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മളോട് തന്നെ പറയണം, മാത്യൂസ് കൊള്ളാമോ എന്ന്. നമുക്കിപ്പോൾ മറ്റൊരാൾ പറയുമ്പം നീ കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാനൊരു സുകൊണ്ട്, ആ പാസ്റ്റർ കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പം നമുക്ക് കേൾക്കാനൊരു, ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കുമോ കൊള്ളാമെന്ന്? കാരണം നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത്, നമുക്കേ അറിയത്തുള്ളൂ നമ്മൾ ആരാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ദൈവസ്നേഹം ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയും നമ്മളെ തന്നെ ഒരു തിരിച്ചറിവും. ഇവിടെ മോശയ്ക്ക് തന്നെ തന്നെ ഒരു തിരിച്ചറിവുണ്ടായി, യെശയ്യാവിന് തന്നെ തന്നെ ഒരു തിരിച്ചറിവുണ്ടായി. താൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് യെശയ്യാവ് വരികയാണ്. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ടവർക്ക് വ്യത്യസ്തതകളുണ്ടെങ്കിലും അവർക്ക് അന്നത്തെ ദിവസം അവർക്കൊരു തിരിച്ചറിവുണ്ടായി. അപ്പോൾ ആത്മീയം എന്ന് പറയപ്പെടുന്നത് നമ്മൾ തുടർമാനമായി പാട്ട് പാടുന്നതും ബൈബിൾ വായിക്കുന്നതുമല്ല, ഒരു തിരിച്ചറിവാണ്, ഒരു ശ്രദ്ധയാണ്. ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യതയിലേക്കുള്ളൊരു മടങ്ങിവരവാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയപ്പെടുന്നത്. പാട്ടുകൾ നമുക്ക് പാടാനായിട്ട് സാധിക്കും, കൈയടിക്കാനായിട്ട് നമുക്ക് ഒക്കെ സാധിക്കും, പക്ഷേ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക്. അതുകൊണ്ടല്ലേ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന നല്ല വാക്കോതുവാൻ ദൈവമേ കൈതൊഴാൻ കാക്കുമാറാകണം, പഠിച്ചിട്ടില്ല?
കാക്കുമാറാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. ഇതൊക്കെ സ്കൂളിൽ അന്ന് പഠിച്ചു. അന്ന് ചുമ്മാ ആർക്കണ്ടു വേണ്ടിയൊക്കെ പാടിയേച്ച് പോരുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. അപ്പം ഇവിടെ ഇവരുടെ മേൽ, അധരത്തിൻ്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ സെൽഫ് അവെയർനെസ് ഉണ്ടാകുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒന്ന്, നമുക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെയധികം പ്യൂരിഫിക്കേഷൻ ഉണ്ടാകുകയാണ്, ശുദ്ധീകരണം ഉണ്ടാകുകയാണ്. വലിയ വേണ്ടാത്തതെല്ലാം കരിച്ചു മാറ്റുകയാണ്. എല്ലാം വേണ്ടാത്തതെല്ലാം കരിച്ചു മാറ്റുക. നമുക്കറിയാം, പണ്ട് നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സന്ദർഭങ്ങളിലും ഇവിടെയാണെങ്കിലും എല്ലാ അഴുക്കായിട്ടുള്ള കരിയിലകളും മറ്റെല്ലാ ചപ്പുചവറുകളും എല്ലാം കൂട്ടിയിട്ടതിന് ശേഷം കരിച്ചു കളയും. എന്തിനു വേണ്ടിയാ? ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയാ. അത് ആ പ്രതലം കുറെ കൂടെ വൃത്തിയാകാൻ വേണ്ടിയാണ്. ആ വൃത്തിയാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ദൈവസാന്നിധ്യത്തിന് ഇറങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതം വൃത്തിയാകുമ്പോൾ, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാകുമ്പോൾ, നമ്മുടെ മനസാക്ഷി വൃത്തിയാകുമ്പോൾ, നമ്മുടെ ബോധമണ്ഡലങ്ങൾ വൃത്തിയാകുമ്പോൾ അവിടെ മാത്രമേ ദൈവസാന്നിധ്യത്തിന് ഇറങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിലൊക്കെ അധരങ്ങൾ വൃത്തിയാകുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചെരുപ്പ് മാറ്റുവാനായിട്ട് മോശയോട് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വൃത്തിയാക്കുവാൻ, പ്യൂരിഫൈ ചെയ്യപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളുടെ മേൽ ഇറങ്ങി വരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ തയ്യാറാകുന്നിടത്താണ് ദൈവം നിയോഗങ്ങൾ നൽകുന്നത്, ദൈവം ദർശനങ്ങൾ നൽകുന്നത്, ദൈവം ഗൈഡൻസ് നൽകുന്നത്, ദൈവം ജനത്തെ ലിബറേറ്റ് ചെയ്യുന്നത്. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ മനസ്സുകളെയും മനസാക്ഷികളെയും ശുദ്ധമാക്കുവാനായിട്ട് നിന്റെ സാന്നിധ്യത്തിൻ്റെ അഗ്നി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്യൂരിഫൈ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടും ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്, അല്ലേ? ശക്തി ലഭിക്കുകയാണ്. തീയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയപ്പെടുന്നത് അത് ശക്തി പകരും എന്നുള്ളതാണ്. ശക്തി പകരും. പണ്ടൊക്കെ ഈ ട്രെയിനുകൾ കൽക്കരി കൊണ്ട് ഓടുന്ന, കത്തി ഓടുന്ന, കൽക്കരി കത്തിച്ചോടുന്ന ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർ കാണുമായിരിക്കാം. അപ്പോൾ അത് ആ ട്രെയിൻ ഓടുന്നത് കൽക്കരി കത്തിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുകയാണ്. അങ്ങനെ ആ ശക്തി ഉള്ളത് കൊണ്ട് അനേക എഞ്ചിനുകളാണ് ആ ശക്തി മുഖാന്തരം മുന്നോട്ട് ഗമിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇവരോട് പറയുന്നുണ്ട്, പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നിരിക്കുന്ന ആളുകളോട് പറയപ്പെടുന്നത്, when you receive the power you will be witness. നീ ശക്തി ലഭിക്കുന്ന സന്ദർഭത്തിൽ എന്താ? സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയും. അപ്പം ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ ദൈവം നമ്മളിലേക്ക് പകർന്നു തരും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കും. അതുകൊണ്ടാണ് മോശയ്ക്ക് ശക്തിയില്ലായിരുന്നു. മോശ പറഞ്ഞു, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്. എൻ്റെ അധരങ്ങൾ കൊണ്ട് ഈ ജനത്തെ നയിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവസാന്നിധ്യം തനിക്ക് ശക്തി പകരുകയാണ്. യെശയ്യാവിന് ശക്തി പകരുകയാണ്. ഇവിടെ വിഷണ്ണരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് ശക്തി പകരുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടത് ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഒരു ബലമാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ആ ബലം എൻ്റെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കണം, എൻ്റെ ചിന്തകളുടെ മേൽ വ്യാപരിക്കണം, എൻ്റെ വാക്കുകളുടെ മേൽ വ്യാപരിക്കണം. ഞാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ എനിക്ക് അതിനുള്ളൊരു ധൈര്യം വേണം, അതിനുള്ളൊരു ദൈവകൃപ വേണം. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് എനിക്ക് ശക്തി പകരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്ന എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം മുഖാന്തരം നിങ്ങൾക്കൊരു പ്രത്യേക ബലമാണ്, പ്രത്യേക ഒരു ധൈര്യമാണ്. നിങ്ങളുടെ ജോലിയിൽ പോകുമ്പോൾ, നിങ്ങളുടെ പഠനത്തിൽ പോകുമ്പോൾ, നിങ്ങളുടെ ഓരോ ഇടപാടുകളിലും നിങ്ങൾ ചെന്നെത്തുമ്പോൾ പ്രത്യേക ഒരു ധൈര്യം തരും. അത് അന്യഭാഷ മാത്രമല്ല, നിങ്ങൾ പോകുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവം നിങ്ങൾക്കൊരു പ്രത്യേക ബലം, നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ ധൈര്യം ദൈവം നൽകി തരും. അത് ചിലപ്പോൾ എക്സാം എഴുതുന്ന സന്ദർഭങ്ങളിലായിരിക്കാം, അല്ല നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന വിഷയങ്ങളിലായിരിക്കാം, അല്ല നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, അല്ല ദേവദാസന്മാർക്ക് ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ മറ്റൊരാളോട് സുവിശേഷം പറയുന്ന വിഷയങ്ങളിലായിരിക്കാം. പലരോടും പലതും പറയാൻ കഴിയത്തില്ല, എനിക്ക് ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മുടെ ധൈര്യം ക്ഷീണിച്ചു പോകുമ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെങ്കിൽ ബാല്യക്കാരും യൗവനക്കാരും ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവകൃപ, ദൈവ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്കും ശക്തി പകരുന്ന